നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. അശോക് എന്റെ സുഹൃത്ത്, ആ, നാട്ടിൽ നിന്നും. കേരളത്തില് ഈ ഈ ഈ ഇടയിലെ മീഡിയ സ്റ്റോറി മുഴുവനും റോഡ് ആക്സിഡന്റ്സിനെ കുറിച്ചാണ്. അശോക്, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ കഴിയുന്നതും കാർ ഉപയോഗിക്കാറില്ല, ബസ് ഉപയോഗിക്കാറില്ല. തിരുവനന്തപുരത്ത് എനിക്കൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ, നാട്ടുകരയിലേക്ക് വരുമ്പോൾ ഞാൻ ട്രെയിനിലാണ് സാധാരണ വരുന്നത്. എന്ന് വെച്ചാല് ട്രെയിനിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നത് കുറച്ചുകൂടെ വിദൂരമാണ്. പക്ഷെ കേരളത്തിന്റെ റോഡിന്റെ സിറ്റുവേഷനിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നേത്രാവതിയിൽ ഞാൻ കായംകുളത്ത് എത്തുമ്പോൾ കാറിലാണെങ്കിൽ അത് ചിലപ്പോൾ 3 മുതൽ 4 മണിക്കൂർ വരെ ആകുകയും, പിന്നെ മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതം തന്നെ പണയം വെച്ചാണ് ആ റോഡിൽ ഇന്ന് റോഡിൽ സഞ്ചരിക്കേണ്ടത് എന്നൊരു ബോധം എനിക്കുണ്ട്. ഇത് എന്താണ് കാണിക്കുന്നത്? നമ്മളുടെ നാട്ടിലെ വർഷങ്ങളായിട്ട് റോഡുകൾ വികസിക്കപ്പെട്ടിട്ടില്ല. ആഹ് രണ്ട് ലൈൻ റോഡുകൾ ഇപ്പോഴും നാട്ടുംപുറത്തും മൊത്തം. എന്തിന് നാഷണൽ ഹൈവേ പോലും ശരിക്കും 6 ലൈൻ ആയിട്ടില്ല. പക്ഷെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും 6 ലൈൻ റോഡുകളാണ്, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ലൈൻ റോഡുകളാണ് ഇന്ത്യയിൽ എമ്പാടും ഇപ്പോൾ. അതൊരു 20-25 കൊല്ലത്തെ പരിശ്രമപരമായിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം കൂടെ ചെയ്തതാണ്. അതായത് ഈ ഡൽഹിയിൽ നിന്നും എനിക്ക് വേണമെങ്കിൽ കാർ എടുത്തിട്ട് 2 ദിവസം കൊണ്ട്, അങ്ങനെ പലരും പോയിട്ടുണ്ട് ഡൽഹിയിൽ, കേരളത്തിലെത്താൻ. കേരളത്തിൽ കയറി കഴിഞ്ഞാലേ ഉള്ളൂ വളരെ സ്ലോ ആകുന്നത്. ഇല്ലെങ്കിൽ 60, 70, 80 കിലോമീറ്റർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണ്? അതായത് നമ്മുടെ നാടിൽ ഭരിക്കുന്നവരുടെയും നാട്ടുകാരുടെയും, അതായത് നിങ്ങൾ പോയി ഇന്ന സ്ഥലത്തെ റോഡ് വികസിപ്പിക്കാൻ സ്ഥലം ചോദിച്ചാൽ അത് കോടതി പോയി കൊണ്ടിടുക എന്നുള്ളതാണ് നമ്മൾ വളരെ ചിരപുരാതനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കേട്ടത്, നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം എടുക്കുന്നതുകൊണ്ട് പൊന്നും വില എന്ന് പറയുന്ന സംഗതി വളരെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ ഇത് നമ്മൾ തന്നെ വരുത്തി വെച്ച ഒരു വിനയല്ലേ? തീർച്ചയായിട്ടും അത് ഈ ആ, കേരളത്തിലെ വാഹനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ റോഡിന്റെ ശോച്യാവസ്ഥയെ പറ്റിയാണ്. റോഡുകൾക്ക് ശോച്യാവസ്ഥ ഉണ്ട്. പക്ഷേ ഈ ശോച്യാവസ്ഥയെ പറ്റി സംസാരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ 20 കൊല്ലത്തിനിടയിലാണ് പല സെക്ടറുകളിലും റോഡ് വികസിച്ചിട്ടുള്ളത്. വളരെ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. അതായത് മാണി സാറിന്റെ പാലയാണ് ആദ്യമായിട്ട് ഞാൻ കണ്ട മികച്ച റോഡുകൾ വന്നത്. ഇപ്പോൾ പിന്നീട് തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിലുള്ള റോഡുകളുണ്ട്. ഹൈവേ ശരിയായി വരുന്നു. കഴിഞ്ഞ 20 വർഷം കൊണ്ട്. അതായത് നരസിംഹറാവുവിന്റെ ആഗോളീകരണത്തിന് ശേഷം ആണ് റോഡുകളുടെ മോശമായ മാറാൻ തുടങ്ങിയത്. ഈ സന്ദർഭത്തിന് ഇതിനു മുമ്പ് ചെറിയച്ഛന് അറിയായിരിക്കും, കായംകുളം മാവേലിക്കര റൂട്ടില് ഒരു SPMS, ഒരു ഇന്ദിര, ജനത, അങ്ങനെ 4-5 ബസ്സുകളും, KSRTC വളരെ വിരളം, കാറുകളുടെ എണ്ണം കുറവ് ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ താമസിച്ചിരുന്ന KP റോഡിന്റെ സൈഡില്, KP റോഡ് എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ ഒരു കണക്ട്, അതായത് നല്ല റോഡുകളൊന്നായിരുന്നല്ലോ. നല്ല റോഡുകളിൽ ഒന്നാണ്. അല്ല, അന്ന് 80കളില് ഈ റോഡെന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ റോഡാണ്. അതില് ആളുകള് കാൽനടക്കാരും സൈക്കിളുകാരും ആണ് മോട്ടോർ വാഹനങ്ങളെക്കാട്ടിലും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ ലൈസൻസ് എടുത്തത്. ലൈസൻസ് എടുക്കുമ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ നിന്ന് KP റോഡിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു കാൽനട യാത്രക്കാരൻ വട്ടം വെച്ചു. ഉടൻ തന്നെ ബ്രേക്ക് ചെയ്തു, നിർത്തി. അപ്പം തൊട്ടടുത്ത് ജോയിന്റ് RTO ഇരിപ്പുണ്ട്, അദ്ദേഹമാണെന്ന് ലൈസൻസ് തരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പം സൈക്കിളുകാരെ പിന്നിൽ വളരെ സൂക്ഷിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നു. അത് പിന്നെ അന്ന് ആ പ്രദേശത്ത് 3 കാളച്ചന്തകളുണ്ട്. പറയംകുളം, വയ്യാങ്കര തുടങ്ങി 2-3 സ്ഥലത്ത് കാളച്ചന്തകളുണ്ട്. അവിടേക്ക് കൊണ്ടുപോകുന്ന ഉരുക്കളുണ്ട്. അപ്പൊ ഈ ഉരുക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു എപ്പോ വേണമെങ്കിലും കുറുക്കിയാടാവുന്ന സാധനമാണ്. അപ്പം അതുപോലെ തന്നെ സംഭവിച്ച ഒരു പശുചാടി ബ്രേക്ക് ചെയ്തു. അപ്പോഴത്തേക്കും ജോയിന്റ് RTO പറഞ്ഞു മതി, ഇത്രയൊക്കെ മതി. കാരണം നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ റോഡിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്.
അങ്ങനെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലൈസൻസും കിട്ടി. ഉം. ഈ സംഭവം ഇന്ന്, അതായത് 2024 ഡിസംബർ 2025 പ്രവേശിക്കുന്നതിന്റെ ത്രെഷോൾഡിൽ നിൽക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ ഏതെങ്കിലും ഡ്രൈവേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സന്ദേഹം. ഉം. അതായത് നമ്മുടെ നേരത്തെ ചെറിയാൻ പറഞ്ഞ പോലെ 4 വരിപ്പാത പോലും ശരിയായിട്ടില്ല. 4 വരിപ്പാത ശരിയായി പോലും 4 വരിപ്പാത ശരിയാകുമ്പോൾ പോലും അന്ന് അച്യുതാനന്ദന്റെ കാലത്താണ് അതിന് അനുമതി കിട്ടുന്നതും പ്രവർത്തനം തുടങ്ങുന്നതും. ഉം. NH-47, പഴയ NH-47, ഇപ്പൊ 66 ആണെന്ന് തോന്നുന്നു. ഉം. അതില് അതിന്റെ ഡിവൈഡറിന് ഉം. ഇത്ര എത്രയാണ് 3 മീറ്റർ കണ്ട് വീതി വേണം എന്ന് NHAI പറഞ്ഞു കഴിഞ്ഞപ്പം അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ ഇവിടെ പൂന്തോട്ടം വളർത്താനാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ പ്രയാസം മനസ്സിലാകുന്നത്. ട്രെയിലറുകൾ അവിടെ യൂട്ടേൺ എടുക്കാൻ വലിയ പാടാണ്. പിന്നെ നമ്മുടെ ഒരു കാറുകളുടെയൊക്കെ നീളവും വീതിയൊക്കെ കൂടി. ഈ ഒരു ഇപ്പോൾ അത് പുരോഗമിച്ച് 4 വരി പാതയിലേക്ക് പോവുകയാണ്. അതിന്റെ എല്ലാ സ്പെസിഫിക്കേഷനുകളും കൂടിയാണ് പോകുന്നത്. ഇതൊക്കെ തയ്യാറായി വരാനായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാകും. ഈ കാലതാമസം ഉണ്ടാകുന്നതിനിടയ്ക്ക് ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സിനെക്കാട്ടിലും വളരെ പ്രശ്നം എന്ന് പറയുന്നത് ബൈക്കേഴ്സാണ് ഇപ്പം. അതായത് നമ്മളുടെ റോഡുകള് വളരെ ശുചിയാവസ്ഥയിലുള്ള റോഡുകൾ തന്നെയാണ്. ആ റോഡുകൾ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ 160 കിലോമീറ്റർ സ്പീഡിൽ ബൈക്ക് ഓടിക്കണം, കാർ ഓടിക്കണം, ഹൈസ്പീഡ് കാറുകളൊക്കെ ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയല്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് വട്ടാണ്, വേറൊരു സംശയമില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ട്രെയിലറുകളുടെ ലെങ്ത് എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെ വളരെ കൂടുതൽ, 26 വീലൊക്കെ ഉള്ള ട്രെയിലറുകൾ, അതായത് 13 വീലുകൾ ഒരു സൈഡിൽ വരുന്ന, ഇതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ എതിർവശത്തു നിന്ന് വാഹനങ്ങൾ വരുന്നതിനെ പറ്റിയൊക്കെ കൺസിഡർ ചെയ്യാനുള്ളൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്കാണ് പലപ്പോഴും കുറെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ കേരളത്തിലെ റോഡുകൾ സ്ലിപ്പ് ചെയ്യും. കാരണം ഇപ്പം ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഹൈവേയിൽ എല്ലായിടത്തും ചെളി കാണും. ചെളിയിൽ സ്ലിപ്പ് ചെയ്യും, വണ്ടി വലിച്ച് ഏതെങ്കിലും വശത്തേക്ക് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മള് മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഡ്രൈവേഴ്സ് തയ്യാറായില്ല. വെറുതെ റോഡിന്റെ ശോച്യാവസ്ഥയെ പറ്റി കുറ്റം പറഞ്ഞാൽ നടക്കില്ല. നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യും, മാറും. ഈ റോഡിന്റെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ താമസിയാതെ മാറും. കാരണം ഞാൻ 2007 മംഗലാപുരത്ത് നിന്ന് ഉടുപ്പിക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ പരിതാപകരമാണ്. അവിടെ ഡെവലപ്മെന്റൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇത്തവണ പോയപ്പോഴും വീണ്ടും വികസനം നടക്കുന്നുണ്ട് അവിടെ. അതായത് 2024 പോകുമ്പോഴും അവിടെ വികസനം നടത്തുന്നുണ്ട്. അന്നത് 4 വരി പാതയായി. 4 വരി പാതയായി കഴിഞ്ഞ വളരെ സന്തോഷത്തോടു കൂടി 4 വരി പാതയിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ട്രാഫിക് കൂടി. കേരളത്തിലെ സിറ്റുവേഷൻ അതുപോലെ തന്നെ. ഓരോ വീട്ടിലും 4-5 വാഹനങ്ങളുണ്ട്. ഓട്ടോറിക്ഷ, പിന്നെ കൊമേഴ്സ്യൽ വെഹിക്കിൾസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇതെല്ലാം കൂടെ ഈ പറയുന്ന സ്പേസിന്റെ അകത്തൂടെ വേണം ഓടിപ്പോകേണ്ടത്. ഇതാണ് കേരളത്തിലെ ഈ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് പ്ലാൻ ചെയ്ത്, അല്ല അത് നമ്മളിപ്പോ അതിനെപ്പറ്റി പറഞ്ഞാല് ഞാൻ പറഞ്ഞോട്ടെ, ഒരു വികസന മോഡൽ ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു തുടക്കം ചിലത് നടക്കുന്നുണ്ടെന്നല്ലാതെ അപ്പൊ അതിന്റെ ഒരു തിക്തഫലമാണ് നമ്മളിപ്പോൾ റോഡുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരത്തില്ല. അതെ, നമുക്ക് ആ ഒരു ഇനേർഷ്യ, അതായത് ഡെവലപ്മെന്റൽ ഇനേർഷ്യ എന്ന് പറയുന്ന സംഗതി കേരളത്തിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് 80-കൾക്ക് ശേഷം അത് വളരെ രൂക്ഷമായിരുന്നു. ഒരു കാര്യത്തിന് ഒരു ആളുകൾ സമ്മതിക്കില്ല. ആക്ടിവിസ്റ്റുകളുടെ ഭയങ്കരമായ ബഹളങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതേ ആക്ടിവിസ്റ്റുകൾ തന്നെ ഇപ്പം AC മുറിയിലിരുന്ന് പ്രകൃതിയെ പറ്റി പറയുകയൊക്കെ ചെയ്യും. നമുക്ക് തിരിച്ച് റോഡിലേക്ക് വന്നു കഴിഞ്ഞാല് റോഡില് പാലിക്കേണ്ട നിയമങ്ങൾക്കുള്ള കോഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് മലയാളിക്ക് അത് അനുസരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെ ഒരു സീബ്ര ക്രോസിങ്ങിലൂടെ ഒരു 5-6 കുട്ടികൾ നടന്നു പോവുകയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ കാറ് നിർത്തി നോക്കുക. പക്ഷെ പുറകെ വരുന്ന ബൈക്കറോ അല്ലെങ്കിൽ വേറൊരു അത്യാവശ്യക്കാരൻ കാറുകാരനോ നമ്മുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഇടിച്ചു കയറി പോകും. ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ കാൽനടക്കാരൻ അവന്റെ ആയുസിന്റെ
ബലം കൊണ്ട് മാത്രമായിരിക്കും മരണപ്പെടാതെ പോകുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇത് കണ്ടില്ലെങ്കിൽ ഇവർ ക്രോസ് ചെയ്യും, ഈ പറയുന്ന ഓവർടേക്കേഴ്സ് ഇവരെ ഇടിച്ചിടും. ഇങ്ങനത്തെ ഒരു സെറ്റ്. അഥവാ നിയമം അനുസരിച്ചാൽ പോലും കേരളത്തിലെ ട്രാഫിക് എന്ന് പറയുന്നത് വളരെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ട്രാഫിക് റെഗുലേഷന്, അതായത് ട്രാഫിക് നിയമ ലംഘനം കണ്ടുപിടിക്കാൻ ഇവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ മലയാളികൾ ആദ്യം ചെയ്തതെന്ന് പറയുന്നത് പിണറായി വിജയന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ചൊന്നായി. അല്ലാതെ അല്ലാതെ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുക. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ടെലിവിഷൻ ചർച്ചയില് ഒരു ടീച്ചർ, അതായത് കുട്ടികളെയൊക്കെ ഇരുത്തി രാവിലെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്ന സ്കൂട്ടർ വന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഈ കുട്ടികളുടെ തലയിൽ ഇത് വെക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇന്നൊരു പോലീസ് ഓഫീസർ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയുടെ തല പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് ഒരു ഓഫീസർക്ക്. അതായത് സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നുള്ള ബോധമില്ലാതെ ഉള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മൾ ഇത് ഇന്നലെ ചെയ്തു, അത് ആ വിഡ്ഢിത്തം ഇന്നും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹമല്ലേ നമ്മളുടെ ഇപ്പോൾ. അതെ, നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, മലയാളിക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല. അല്ല, വകതിരിവില്ല. അത് തന്നെയാണ് വിവരം. വകതിരിവില്ല. ട്രാഫിക്കിന്റെ കാര്യത്തിൽ യാതൊരു വിധമായ വകതിരിവുമില്ല. അപ്പൊ പിന്നെ നമുക്ക് സെന്റിമെന്റ്സ് കൊണ്ടൊന്നും കാര്യമില്ല. ട്രാഫിക് നിയമം അനുസരിക്കണം, റോഡ് നന്നാകുന്നിടം വരെ റോഡിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് വണ്ടി ഓടിക്കണം. ഇതല്ലാതെ തൽക്കാലം ഒരു മാർഗവും കേരളത്തിലില്ല. ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള ആക്സിഡന്റ്സ് കാണേണ്ടി വരും. ആക്സിഡന്റ്സ് ഉണ്ടാകും, സംശയമൊന്നുമില്ല. എന്നിട്ട് ചെയ്യുന്നത് സർക്കാർ, അന്ന് ആര് സർക്കാർ ഭരിച്ചാലും അവരെ നമ്മൾ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. തരുന്ന മാർഗവും ഒരു ഇതുമില്ല ഇതിനകത്ത്. കാരണം അവനവന്റെ തെറ്റ് മറച്ചു വെക്കുക എന്നുള്ളതിന് ഒരു എതിരാളിയെ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുള്ളതല്ലാതെ നഷ്ടപ്പെട്ട ജീവനോ അംഗഭംഗം വന്ന ശരീരത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ റോഡ് യാത്രക്കാരാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. എക്സ്പെഷ്യലി അതായത് കേരളത്തിലെ ഒരു ഹൈസ്പീഡ് ബൈക്ക് ഓടിക്കാൻ ഉള്ള സിറ്റുവേഷൻ വളരെ കുറവാണ്. എനിക്കറിയാവുന്ന, ഇവിടെ ഞാൻ താമസിക്കുന്ന അടുത്ത് നിന്ന് ഒരു 25 കിലോമീറ്റർ അകലെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒരു പയ്യൻ, അവന്റെ സാഹസം എന്ന് പറയുന്നത്, ആദ്യം അവൻ 45 മിനിറ്റ് കൊണ്ട് റൈഡ് ചെയ്തിരുന്നത് അവൻ 35 മിനിറ്റ് ആക്കി, 30 മിനിറ്റ് ആക്കി, 15 മിനിറ്റ് കൊണ്ട് എത്താൻ ഒക്കുമെന്ന് നോക്കുന്നതിനിടയ്ക്കാണ് ഒരു പോലീസ് പിടിച്ചു. അവസാനം പോലീസ് പിടിച്ചിട്ട് വണ്ടി എടുക്കേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവനെ റോഡിൽ ഇറക്കാൻ കൊള്ളുന്നില്ല. അവന്റെ വണ്ടി പിടിച്ചു വെച്ചു. വണ്ടി പിടിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇടപെട്ടു. അയാളെ പോലീസ് പറഞ്ഞിട്ടൊന്നും അതിൻ്റെ അകത്ത് അവര് വാദം കേട്ടില്ല. അതായത് പോലീസ് പറയുന്ന കാര്യത്രേ ഉള്ളൂ, ഇവന്റെ സാഹസമൊക്കെ ഇവൻ നടത്തിക്കോട്ടെ, പക്ഷേ വഴിയെ പോകുന്ന ബാക്കിയുള്ളവരെന്ത് പിഴച്ചു, അവിടെയാണ് സംരക്ഷിക്കാനുള്ള അവകാശം പോലീസിനില്ല എന്നാണ് പോലീസ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന തരംഭാവം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ജീവൻ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഏത് സർക്കാരായാലും ആര് ഭരിച്ചാലും, അല്ലേ? അതെ. അല്ല, നമ്മള് കാലം എത്ര പുരോഗമിക്കുകയും നമ്മള് വിദേശത്തെ പറ്റി ഇപ്പം വിദേശത്ത് പോയിട്ട് ആനയാണ് ചേനയാണെന്ന് പറയുന്ന വലിയ വ്ളോഗർമാരും യൂട്യൂബ് ചാനലുകാരും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കേട്ടിട്ട് അതിന് ഹൈ പറയുന്ന വ്യക്തികളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ട്രാഫിക് നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല, അവർ അനുസരിക്കണം. ബാക്കിയുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുകയും വേണം. അതേ മാർഗമുള്ളൂ. അല്ല, അത് പറയാ ഒരു ചൊല്ലുണ്ടല്ലോ, ജാത്യാലുള്ള തൂത്താ പോത്തില്ലെന്ന് പറയുന്നത്. ജാതിയെ പറ്റിയല്ല, ഇതൊരു സ്വഭാവം. ജാത്യാലുള്ള ജനിക്കുന്നത് കൊണ്ട് ഉള്ളതാണ് അതിൻ്റെ അകത്തെ ജാത്യാർത്ഥം. അതാണ് ജനിക്കുന്നതുകൊണ്ട് ഏതൊക്കെ നമ്മളുടെ ജീനുകൾ കൊണ്ടാണോ ആ സ്വഭാവം മാറാൻ വലിയ പാടാണ്. അതായത് കേരളത്തിന്റെ ആൾക്കാർ പൊതുവെ കൊണ്ടുവന്ന അരാജകത്വ സ്വഭാവമുണ്ട്. അത് റോഡുകളിൽ നിങ്ങൾ പ്രകടിപ്പിച്ചാൽ
നിങ്ങളുടെയും ബാക്കിയുള്ളവരുടെയും ജീവിതം അപകടത്തിലാവും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ അതെ, ഒരു ബെസ്റ്റ് ടൈറ്റില് മലയാളിക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല. പിന്നെ വകതിരിവെന്ന് ഞാൻ പറയും. ഓരോന്ന് പകുതിരിവില്ല. ഓരോന്ന് രണ്ടായാലും എനിക്ക് സമ്മതം. അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വിഷയമായി ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നതാണ്. താങ്ക് യു.